കഴിഞ്ഞ ക്ലാസ്സിൽ നാം ടെക്സ്ചർ അതുപോലെ തന്നെ കളർ ഫിൽറ്റർ എന്നിങ്ങനെ രണ്ട് വിഷയങ്ങൾ പറഞ്ഞിരുന്നു. അത് ഒന്നും കൂടെ ഞാൻ റിപ്പീറ്റ് ചെയ്യുകയാണ്. മനസ്സിലാകാത്തവർക്ക് ഒന്നും കൂടെ ഒരു വ്യക്തത കിട്ടാൻ വേണ്ടിയിട്ട് ഒന്നും കൂടെ പറയാം. ആദ്യം ഞാനൊരു ഇമേജ് ഇതിലേക്ക് ആഡ് ചെയ്യും. അപ്പോഴാണ് അതിൻ്റെ ഒരു കളർ ഫിൽറ്റർ എങ്ങനെയാണ് അത് കൊടുക്കുക എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുക. അപ്പോൾ ഞാനിവിടെ ഈ മുകളിൽ കാണുന്ന പ്ലസ് ബട്ടൺ സെലക്ട് ചെയ്തു. സാധാരണ പോലെ തന്നെ ഫ്രം ഗാലറി സെലക്ട് ചെയ്തു. ശേഷം ഞാനൊരു ഇമേജ് ഡൗൺലോഡിൽ നിന്ന് ഞാൻ എൻ്റെ ഒരു ഫോട്ടോ ഇതിലേക്ക് ആഡ് ചെയ്യാം. ഒരു ഫോട്ടോ സെലക്ട് ചെയ്തു. ആവശ്യമായ ക്രോപ്പുകളൊക്കെ വരുത്തിയതിന് ശേഷം ടിക്ക് മാർക്ക് സെലക്ട് ചെയ്യാം. ഇപ്പോൾ നോക്കൂ, സ്ക്രീനിൽ ഒരു ഫോട്ടോ ഇതിലേക്ക് വന്നിട്ടുണ്ട്. ആവശ്യമായ കളർ എഫക്റ്റുകളൊക്കെ നമുക്ക് ഇതിൽ നൽകാം. അപ്പോൾ ഈ ഒരു ലെയർ സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ഓപ്ഷൻസ് മെനുവിൽ നമുക്ക് കളർ ഫിൽറ്റേഴ്സ് എന്ന് കാണാം. ഇത് നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഇതുപോലെ ഒരു ഫോട്ടോയിൽ കളർ ഫിൽറ്റർ ചെയ്യുന്നത് എങ്ങനെയെന്നുള്ളത് പറഞ്ഞിട്ടില്ല. അപ്പോൾ അതാണ് ഈ വീഡിയോയിൽ പറയാമെന്ന് കരുതിയത്. ഈ ഒരു ഫോട്ടോയിൽ നമുക്ക് കളർ അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ഈ ഒരു കളർ ഫിൽറ്റേഴ്സ് എന്നുള്ള ഭാഗം സെലക്ട് ചെയ്യുക. ഇപ്പോൾ നോക്കൂ, നമുക്ക് കുറേ ബാറുകൾ ഇവിടെ കാണാൻ പറ്റും. അഡ്ജസ്റ്റ് ബാർ, അതിൻ്റെ സാച്ചുറേഷൻ, ബ്രൈറ്റ്നെസ്, കോൺട്രാസ്റ്റ് തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള അഡ്ജസ്റ്റ് ബാർ കാണാം. നമുക്ക് ഇതിൻ്റെ സാച്ചുറേഷൻ കൂട്ടണമെങ്കിൽ വലതു ഭാഗത്തേക്ക് ഈ ഒരു ബാർ നീക്കി കൊടുത്താൽ മതി. നമുക്ക് കുറക്കാൻ ഇടതു ഭാഗത്തേക്ക് നീക്കിയാൽ മതി. ഇതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റിലേക്ക് മാറിക്കഴിഞ്ഞു. അതുപോലെ തന്നെ നമുക്ക് ബ്രൈറ്റ്നെസ് കുറവാണെങ്കിൽ ആ ഒരു ചിത്രത്തിന് ബ്രൈറ്റ്നെസ് കൂട്ടിക്കൊടുക്കാം. അതുപോലെ ആവശ്യാനുസരണം കുറയ്ക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ അതിൻ്റെ കോൺട്രാസ്റ്റ് നമുക്ക് കൂട്ടണമെങ്കിൽ കൂട്ടാം, കുറയ്ക്കണമെങ്കിൽ കുറക്കാം. ആവശ്യമായ രീതിയിൽ ആദ്യമേ ചിത്രങ്ങളൊക്കെ എഡിറ്റ് ചെയ്ത് സേവ് ചെയ്ത് വെക്കാം. നമുക്ക് ഈ ഒരു ചിത്രത്തിന് അഡ്ജസ്റ്റുകളൊന്നും വരുത്തണ്ട എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു റീസ്റ്റോർ ബട്ടൺ കാണാം. അത് സെലക്ട് ചെയ്താൽ ആ ഒരു ചിത്രം പൂർവ്വസ്ഥിതിയിലേക്ക് തന്നെ മാറും. അപ്പോൾ ഈ ഒരു കളർ ഫിൽറ്റർ എന്താണെന്ന് ഒന്നും കൂടെ വ്യക്തമായി പറയുക എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം പറയാം. പല ചിത്രങ്ങളും നാം കണ്ടിട്ടുണ്ട്. ആ ഒരു ഫോട്ടോയുടെ 4 ഭാഗങ്ങളും ഒരു റൗണ്ട് ഷേപ്പിൽ നൽകാറുണ്ട്. പലപ്പോഴും നാം ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അത് എങ്ങനെ എന്നുള്ളതും കൂടെ നമുക്കൊന്ന് പറയാം. അപ്പോൾ ഞാൻ ആ ചിത്രം തന്നെ ഒന്നും കൂടെ കാണിക്കാം. അതിനായി മുകളിൽ കാണുന്ന അൺഡു ബട്ടൺ സെലക്ട് ചെയ്യാം. ഇപ്പോൾ നോക്കൂ, ആ ഒരു ചിത്രം സ്ക്രീനിൽ വന്നു. ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇതിൻ്റെ 4 വശങ്ങളും ഇപ്പോൾ സമചതുരത്തിലാണുള്ളത്. ഈ ഒരു ചിത്രത്തിന് നമുക്ക് ഒരു റൗണ്ട് ഷേപ്പ്, ഇതിൻ്റെ 4 സൈഡിലും റൗണ്ട് ഷേപ്പോ അതല്ലെങ്കിൽ വൃത്തത്തിലോ നമുക്കൊരു സർക്കിളിലോ ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം അതും കൂടെ പറയാം. ആദ്യം ഞാൻ ഈ ഒരു ഇമേജ് ഡിലീറ്റ് ചെയ്യാം. ശേഷം ഈ ഒരു പ്ലസ് ബട്ടൺ സെലക്ട് ചെയ്യാം. പ്ലസ് ബട്ടൺ സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ഷേപ്സ് എന്നുള്ളൊരു ഭാഗം കാണാം. അത് സെലക്ട് ചെയ്യാം. നോക്കൂ നിങ്ങൾ, ഇതുപോലെ ഒരു ഷേപ്പ് നമുക്ക് കിട്ടും. ഈ ഒരു ഷേപ്പിനെ നമുക്ക് ആവശ്യാനുസരണം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. താഴെ നമുക്ക് റേഡിയസ് ബാർ കാണാം. അതുപയോഗിച്ച് നമുക്ക് ആ ഒരു ഷേപ്പിനെ റൗണ്ട് ഷേപ്പിലേക്ക് മാറ്റാം. നമുക്ക് ആവശ്യമുള്ള രീതിയിൽ ഇതിൻ്റെ 4 വശങ്ങളും നമുക്ക് ഒന്ന് റൗണ്ട് ഷേപ്പിലേക്ക് മാറ്റാം. അല്ലെങ്കിൽ പൂർണ്ണമായും റൗണ്ടിലേക്ക് മാറ്റണമെങ്കിൽ ഈ ഒരു ബാർ 100%ലേക്ക് മാറ്റിയാൽ മതി. ഇപ്പോൾ നോക്കൂ, അത് ഒരു റൗണ്ട് ഷേപ്പായി. നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ ഇതിൻ്റെ ഈ ഒരു പുള്ളി സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ആവശ്യാനുസരണം നമുക്ക് ആ റൗണ്ട് ക്രമീകരിക്കാം. ഇപ്പോൾ നോക്കൂ, ഒരു റൗണ്ട് ഷേപ്പ് ഞാനിവിടെ സെലക്ട് ചെയ്തു. ഇനി ആ റൗണ്ട് ഷേപ്പിന് നമുക്ക് കളർ അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് കളർ അഡ്ജസ്റ്റ് ചെയ്യാം. ഈ ഒരു റെഡ്യൂസ് ബാറിന് താഴെ നമുക്ക് ഒപ്പാസിറ്റി കാണാം. അതായത് ഇതിൻ്റെ കളർ നമുക്ക് കുറക്കണമെങ്കിൽ നന്നേ കുറക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ ഞാനത് കുറക്കുന്നില്ല. അത്തരം കാര്യങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ പറയാം. ഇപ്പം ഞാനിവിടെ ഇതിൻ്റെ കളറ് കുറക്കുന്നില്ല. അതിൻ്റെ താഴെ നമുക്ക് കളറ് എന്നുള്ള ഓപ്ഷൻ കാണാം. അത് ഗ്രാഡിൻ്റെ കളറൊക്കെ നമുക്ക് ആഡ് ചെയ്യാം. ഞാനിവിടെ ഒരു വൈറ്റ് കളറാണുള്ളത്, അത് തന്നെ സെലക്ട് ചെയ്യാണ്. നമുക്ക് കളറുകൾ മാറ്റണമെങ്കിൽ കളർ മാറ്റി കൊടുക്കാം. ഇഷ്ടമുള്ള കളർ ആഡ് ചെയ്യാം. അതുപോലെ തന്നെ ഗ്രാഡിൻ്റെ കളർ എന്നിടത്തൊക്കെ ഗ്രാഡിൻ്റെ കളർ നമുക്ക് സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ നിലവിലുള്ള കളർ തന്നെ സെലക്ട് ചെയ്യാം. ഇനി ആ ഒരു കളറിന് താഴെ സ്ട്രോക്ക് നൽകാനുള്ള ഒരു ബാർ കാണാം. നമുക്ക് സ്ട്രോക്ക് ഇവിടെ നൽകാം. ആവശ്യാനുസരണം അതിന് ആ ഒരു വൃത്തത്തിന് സ്ട്രോക്ക് നൽകാം. നമുക്ക് ആവശ്യാനുസരണം ഈ ഒരു അഡ്ജസ്റ്റ് ബാർ ഉപയോഗിച്ച് ആ ഒരു സ്ട്രോക്കിൻ്റെ ഒപ്പാസിറ്റി കൂട്ടാനും കുറക്കാനും സാധിക്കും. ഇനി ആ ഒരു സ്ട്രോക്കിന് താഴെ കളർ കാണാം. നേരത്തെ ആ ഒരു ഷേപ്പിന് കളർ ആഡ് ചെയ്തതുപോലെ തന്നെ സ്ട്രോക്കിനും നമുക്ക് കളറും ആഡ് ചെയ്യാം, ഗ്രാഡിൻ്റെ കളറും ആഡ് ചെയ്യാം. ഇനി നമുക്ക് ഈ ഒരു ഷേപ്പിൻ്റെ ആകൃതി മാറ്റണം. ഇവിടെ ഷേപ്പ് സെലക്ട് ചെയ്തിടത്ത് തന്നെ നമുക്കൊരു ചെറിയൊരു ആരോ മാർക്ക് കാണാം, ഡൗൺ ആരോ മാർക്ക്.
ഈ ഒരു ആരോയിൽ സെലക്ട് ചെയ്ത് ഇതുപോലെ വ്യത്യസ്ത ഷേപ്പുകൾ കാണാൻ സാധിക്കും. ഒരു സർക്കിൾ സെലക്ട് ചെയ്തപ്പോൾ നേരെ വൃത്തത്തിലുള്ള ഒരു ഷേപ്പ് നമുക്ക് കിട്ടി. ഇങ്ങനെ ആവശ്യമായ ഷേപ്പുകളൊക്കെ നമുക്ക് എടുക്കും. ഞാൻ നേരത്തെ കാണിച്ച അതേ ഷേപ്പ് തന്നെ സെലക്ട് ചെയ്യുകയാണ്. അതിന് ഈ ഒരു ഡൗൺ ആരോയിൽ സെലക്ട് ചെയ്തുകൊണ്ട് ഈ ഒരു സ്ക്വയർ ഷേപ്പിൽ സെലക്ട് ചെയ്യുകയാണ്. ഇപ്പോൾ ഞാനിവിടെ ഒരു സ്ക്വയർ ഷേപ്പ് സെലക്ട് ചെയ്തു. ഇനി റെഡ്യൂസ് ബാർ ഒരൽപ്പം ഒരു 9-15% മാറ്റി. ഇപ്പോൾ നോക്കൂ, ഞാനൊരു ഷേപ്പ് ലെയർ ഇതിലേക്ക് ആഡ് ചെയ്യും. ഇനി ഈ ഒരു ഷേപ്പ് സെലക്ട് ചെയ്യുക. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ തന്നെ ടെക്സ്ചർ എന്നുള്ള ഈ ഒരു ഭാഗം സെലക്ട് ചെയ്യുക. ശേഷം ഇമേജ് സെലക്ട് ചെയ്യുക. തുടർന്ന് നേരത്തെ ഞാൻ കാണിച്ചു തന്ന ആ ഒരു ഇമേജ് തന്നെ ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ്. ടെക്സ്ചർ ഉപയോഗിച്ചുകൊണ്ട് നേരത്തെ ഞാൻ കാണിച്ചു തന്ന ആ ഒരു ചിത്രം സെലക്ട് ചെയ്യുന്നു. ക്രോപ്പ് ആവശ്യമെങ്കിൽ ആവശ്യമായ രീതിയിൽ ക്രോപ്പ് നമുക്ക് ചെയ്യാം. ഞാനിപ്പോൾ തൽക്കാലം ഒന്നും ചെയ്യുന്നില്ല. താഴെ കാണുന്ന ടിക്ക് മാർക്ക് സെലക്ട് ചെയ്യുന്നു. ഇപ്പോൾ നോക്കൂ, ആ ഒരു ഷേപ്പിലേക്ക് എൻ്റെ ഒരു ഇമേജ് ആഡ് ചെയ്തു. നമുക്ക് ആവശ്യമായ രീതിയിൽ ടെക്സ്ചറിൻ്റെ ടോഗിൾ സ്വിച്ച് ഓൺ ചെയ്ത് കൊടുക്കാം. അഡ്ജസ്റ്റ് ബാർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇപ്പോൾ നോക്കൂ, ഈ ഒരു ചിത്രത്തിൻ്റെ 4 സൈഡും നമുക്ക് ഒരു റൗണ്ട് ഷേപ്പിലേക്ക് മാറ്റാൻ സാധിക്കും. ഇനി ഈ ഒരു ചിത്രം സർക്കിൾ ഷേപ്പിലേക്ക് മാറ്റണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ ഒരു ലെയർ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം ഓപ്ഷൻസ് മെനുവിൽ നമുക്ക് എഡിറ്റ് എന്നുള്ള ഒരു ഭാഗം കാണാം. അത് സെലക്ട് ചെയ്താൽ വീണ്ടും നേരത്തെ നാം ഷേപ്പ് സെലക്ട് ചെയ്ത അതേ ഭാഗത്തെത്തും. നമുക്ക് ഒന്നുകിൽ ഈ ഒരു ഡൗൺ ആരോ സെലക്ട് ചെയ്തുകൊണ്ട് ഇതിൽ നിന്ന് നമുക്ക് ഈ ഒരു റൗണ്ട് ഷേപ്പ് സെലക്ട് ചെയ്യാം. ഇപ്പോൾ നോക്കൂ, ഞാനൊരു റൗണ്ട് ഷേപ്പ് സെലക്ട് ചെയ്തു. ആവശ്യമായ രീതിയിൽ ഞാൻ അതിൻ്റെ വലിപ്പം അഡ്ജസ്റ്റ് ചെയ്തു. ഓക്കെ നൽകി. ഇപ്പോൾ നോക്കൂ, ആ ഒരു ചിത്രം നമുക്ക് ഇതുപോലെ റൗണ്ട് ഷേപ്പിലേക്ക് മാറ്റാൻ സാധിക്കും. ഇതുപോലെ നമുക്ക് ആവശ്യാനുസരണം ഈ ഒരു റൗണ്ട് ഷേപ്പിനെ ക്രമീകരിക്കാൻ പറ്റും. ഇനി നമുക്ക് ഇത് സെലക്ട് ചെയ്തുകൊണ്ട് ഈ ഓപ്ഷൻസ് മെനുവിൽ നമുക്ക് സ്ട്രോക്ക് കാണാം. സ്ട്രോക്കിനെ സംബന്ധിച്ചാണ് ഇനി പറയാനുള്ളത്. സ്ട്രോക്ക് സെലക്ട് ചെയ്തുകൊണ്ട് ഈ ഒരു ടോഗിൾ സ്വിച്ച് എനേബിൾ ആക്കിയാൽ നമുക്കൊരു വൈറ്റ് സ്ട്രോക്ക് ഇവിടെ കാണാൻ. താഴെ സ്ട്രോക്ക് കളറുകൾ ധാരാളം കാണാം. അതിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കളറിൻ്റെ താഴെ സ്ട്രോക്കിൻ്റെ വിഡ്ത്ത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ബാർ കാണാം. ആവശ്യാനുസരണം നമുക്ക് ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ആ ഒരു പിക്ചർ ടെക്സ്ചർ ഉപയോഗിച്ച് ഒരു റൗണ്ട് ഷേപ്പിലേക്ക് മാറ്റി. ഇനി നമുക്ക് ഈ ഒരു ഷേപ്പിനെ നമുക്ക് വീണ്ടും എഡിറ്റ് ചെയ്യണമെങ്കിൽ ഇതുപോലെ ആ ഒരു ലെയർ സെലക്ട് ചെയ്യുക. ശേഷം ഓപ്ഷൻസ് മെനുവിൽ നിന്ന് എഡിറ്റ് എന്ന ഭാഗം സെലക്ട് ചെയ്യുക. നാം നേരത്തെ സർക്കിളാണ് സെലക്ട് ചെയ്തത്. ഇവിടെ താഴെ കാണുന്ന ആരോ മാർക്ക് സെലക്ട് ചെയ്യുക. ശേഷം സ്ക്വയർ സെലക്ട് ചെയ്യാം. നമുക്ക് ആവശ്യമായ രീതിയിൽ അതിൻ്റെ സൈഡുകളൊക്കെ നമുക്ക് റെഡ്യൂസ് ചെയ്യാം. ശേഷം ഓക്കെ സെലക്ട് ചെയ്യുക. ഇപ്പോൾ നോക്കൂ, ആ ഒരു ചിത്രം നമുക്ക് ഒരു സ്ക്വയർ രൂപത്തിലേക്ക് വന്നു എന്ന് മാത്രമല്ല അതിൻ്റെ 4 വശങ്ങളും ഇതുപോലെ ഒരു റൗണ്ട് ഷേപ്പിലേക്ക് മാറ്റാൻ സാധിച്ചു. അതുപോലെ തന്നെ ആ ഒരു ചിത്രത്തിന് നമുക്ക് ഒരു സ്ട്രോക്ക് കൊടുക്കാനും സാധിച്ചു. ഇനിയും ധാരാളം കാര്യങ്ങൾ നമുക്ക് ഈ ഒരു പിക്സൽ ലാബിൽ പരിചയപ്പെടാനുണ്ട്. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് തുടർന്നുള്ള വീഡിയോകളിൽ പറയാം. പ്രതീക്ഷയോടെ കാത്തിരിക്കുക. നിർത്തുന്നു. നന്ദി.